ഇക്കാലത്ത് നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ അവിടെ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി മാത്രം നൂറുകണക്കിന് രൂപ നൽകേണ്ടി വരും. ഒരു ഓപ്പറേഷനോ പ്രസവത്തിനോ ഒക്കെ ആശുപത്രികളിൽ പോയാൽ പലരുടെയും പോക്കറ്റുകൾ കാലിയാകും എന്ന കാര്യവും ഉറപ്പാണ്. വൈദ്യശാസ്ത്രം ഇന്നൊരു വലിയ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അപ്പോഴും തന്റെ ജീവിതം മുഴുവൻ ദരിദ്രരെ സേവിക്കുന്നതിനായി സമർപ്പിച്ച ഒരു ദൈവതുല്യായ ഡോക്ടർ ഉണ്ടായിരുന്നു. 2 രൂപ മാത്രം ഫീസ് ഈടാക്കി 68 വർഷമായി തുടർച്ചയായി ലക്ഷക്കണക്കിന് ഗർഭിണികളെ ചികിത്സിച്ച അവരെ ആളുകൾ സ്നേഹപൂർവ്വം ഡോക്ടർ അജ്ജി എന്നാണ് വിളിച്ചിരുന്നത്. ഡോക്ടർ നമുക്ക് പലപ്പോഴും ദൈവതുല്യനാണ്. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ജീവൻ രക്ഷിക്കുമ്പോൾ നമ്മൾ കാത്തിരുന്ന ഒരു കൺമണിയെ നമ്മുടെ കയ്യിൽ തരുമ്പോൾ ഡോക്ടർ ദൈവമായി തന്നെ മാറുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ പ്രതിനിധിയായ ഒരു ഡോക്ടറാണ് ഭക്തി യാദവ്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ 68 വർഷത്തെ സേവനകാലത്തിനിടെ 10,000-ഓളം നവജാത ശിശുക്കളെ ജീവിതത്തിലേക്ക് നയിച്ചവരാണ് ഈ ഡോക്ടർ. ഡോക്ടർ ഭക്തി യാദവ് മധ്യപ്രദേശ് സംസ്ഥാനത്തെ ഇൻഡോർ നഗരത്തിൽ നിന്നുള്ള ആളാണ്. 1926-ൽ ജനിച്ച ഇവർ കഠിനാധ്വാനം ചെയ്താണ് അക്കാലത്ത് മെഡിക്കൽ ബിരുദം നേടിയത്. ഇൻഡോറിലെ പ്രശസ്തമായ മഹാത്മാഗാന്ധി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഡോക്ടർമാരുടെ ബാച്ച് എന്ന ബഹുമതിയും ഇവർക്കുണ്ടായി. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഭക്തി യാദവിന് വലിയ സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ജോലി വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ അവർ തെരഞ്ഞെടുത്തത് സേവനത്തിന്റെ വഴിയായിരുന്നു. ഇൻഡോറിലെ മിൽ തൊഴിലാളികളുടെയും പാവപ്പെട്ട കൂലിപ്പണിക്കാരുടെയും സ്ത്രീകൾ പ്രസവ സൗകര്യങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവർക്കായി ദരിദ്ര പ്രദേശമായ പരദേശിപൂരിൽ ഒരു ചെറിയ നഴ്സിംഗ് ഹോം ഇവർ ആരംഭിച്ചു. അവിടെ എത്തുന്ന ദരിദ്രരായ ഗർഭിണിയിൽ നിന്ന് അവർ മേടിച്ചിരുന്ന ഫീസ് വെറും 2 രൂപ മാത്രമായിരുന്നു. അക്കാലത്ത് അതുപോലും താങ്ങാൻ കഴിയാത്ത പാവങ്ങളെ ഇവർ സൗജന്യമായി ചികിത്സിക്കുകയും മരുന്നുകൾക്ക് സ്വയം പണം നൽകുകയും ചെയ്തിരുന്നു. 68 വർഷത്തെ തന്റെ മെഡിക്കൽ ജീവിതത്തിൽ 1.5 ലക്ഷത്തിലധികം ഗർഭിണികൾക്ക് ഇവർ തുണയായി മാറിയിട്ടു. ഈ പ്രസവങ്ങളിൽ ഭൂരിഭാഗവും വളരെ സ്വാഭാവികമായിരുന്നു. സിസേറിയൻ അവർ പരമാവധി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. തനിക്ക് 91 വയസ്സുള്ളപ്പോഴും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും രോഗികളെ പരിശോധിക്കുന്നത് അവർ നിർത്തിയിരുന്നില്ല. ആശുപത്രിയിൽ വന്ന് ചികിത്സിക്കാൻ കഴിയാത്ത ദരിദ്രരായ രോഗികളുടെ വീടുകളിലേക്ക് അവർ നടന്നു പോകുമായിരുന്നു. തന്റെ ജീവിതത്തിൽ ഉടനീളം ഞായറാഴ്ചകളിൽ പോലും അവധി ഇല്ലാതെയാണ് അവർ ജോലി ചെയ്തിരുന്നത്. അർദ്ധരാത്രിയിൽ ആരെങ്കിലും വന്ന് അവരുടെ വാതിലിൽ മുട്ടിയാലും ഡോക്ടർ യാതൊരു ഇഷ്ടക്കേടുമില്ലാതെ അവരെ ചികിത്സിക്കുമായിരുന്നു. 91-ാം വയസ്സിൽ, അതായത് 2017-ൽ രാജ്യത്തെ ഉയർന്ന സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ നൽകിയാണ് നമ്മുടെ രാജ്യം അവരെ ആദരിച്ചത്. ഈ അവാർഡ് ലഭിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം 2017 ആഗസ്റ്റിൽ അവരുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തു. പണത്തോടുള്ള മനുഷ്യരുടെ ആസക്തികൾക്കിടയിൽ ഡോക്ടർ ഭക്തി യാദവ് ഒരു വേറിട്ട വ്യക്തിത്വമാണ്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളെയാണ് നമ്മുടെ രാജ്യത്തിന് അന്ന് നഷ്ടമായത്. രോഗിയെ ചികിത്സിക്കുമ്പോഴല്ല, രോഗിയുമായി ആത്മബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമേ ഡോക്ടർ ആ പേരിന് അർഹയാകൂ എന്നാണ് ഭക്തി യാദവ് പറഞ്ഞിരുന്നത്. ഒരു രോഗിയെ മനസ്സിലാക്കുകയാണ് ചികിത്സയുടെ അടിസ്ഥാനം. ആ വലിയ പാഠം പഠിപ്പിച്ച ഭക്തി യാദവ് ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. അധികമൊന്നും പുകഴ്ത്തപ്പെടാതെ, ആഘോഷിക്കപ്പെടാതെ, അറിയപ്പെടാതെ കടന്നുപോയ ഒരാളാണ് ഡോക്ടർ ഭക്തി യാദവ്.